തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ അൽഫാം ചിക്കനാണ്. ഇത് ഞാൻ തയ്യാറാക്കുന്നത് കുക്കിംഗ് റേഞ്ച് ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇതിന് സാധാരണ നമ്മൾ കരി കത്തിച്ച് അതിന് മുകളിൽ ഗ്രില്ല് വെച്ചിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് അൽഫാം ചിക്കൻ ഉണ്ടാക്കുന്നത്. അതിലേറെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് നമ്മൾ കുക്കിംഗ് റേഞ്ച് വെച്ചിട്ട് ചെയ്യുമ്പോൾ. ഇത് നമുക്ക് ഫ്രൈ പാനിലും തയ്യാറാക്കിയെടുക്കാം, അത് ഞാൻ പറയുന്നുണ്ട്. നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ചിക്കനാണ്. ഇവിടെ ഞാനൊരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 12 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചതാണ്. ഈ ഒരു വലിപ്പമുള്ള പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും. ഇനി നമുക്കിതിലേക്ക് വേണ്ട മറ്റുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒരു 3-4 ഏലക്ക വേണം. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. പിന്നെ നമുക്ക് ടൊമാറ്റോ പേസ്റ്റാണ് വേണ്ടത്. സോസും കെച്ചപ്പും അല്ല, ടൊമാറ്റോ പേസ്റ്റ് തന്നെ ചോദിച്ച് വാങ്ങാം. ഇതുപോലത്തെ പാക്കറ്റിൽ കിട്ടും. പിന്നെ വേണ്ടത് വൈറ്റ് പെപ്പറാണ്. ഞാൻ സാധാരണ പെപ്പറല്ല ഉപയോഗിക്കുന്നത്, വൈറ്റ് പെപ്പർ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് ചിക്കൻ്റെ മാഗി ക്യൂബ് വേണം. ഇതിൻ്റെ ചെറിയൊരു കഷ്ണം മതി, ഞാൻ കാണിക്കാം. പിന്നെ ഒരു ലെമൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇത് സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ബുർത്തുക്കാലാണ്. ഈ ബുർത്തുക്കാൽ ഞാൻ ഇതിൻ്റെ ഒരു പീസ് ഇട്ടിരുന്നുണ്ട്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 10-25 അല്ലി വെളുത്തുള്ളി വേണം. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും യൂസ് ചെയ്യുക. ഏത് ഓയിലായാലും കുഴപ്പമില്ല, കോൺ ഓയിലായാലും വേണ്ടില്ല, സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് വിനെഗർ. ഇപ്പോൾ ഞാൻ ഇതിലെ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ 10-25 അല്ലി വെളുത്തുള്ളിയും ഒരു ബുർത്തുക്കാലിൻ്റെ 1/4 ഭാഗവും എടുത്തിട്ടുണ്ട്. നമ്മളൊരു 1.5 കിലോ ചിക്കനിലേക്കുള്ള മസാലയാണ് ഞാൻ പറയുന്നത്. ഒരു ബുർത്തുക്കാലിൻ്റെ 1/4 ഭാഗം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മാഗി ക്യൂബിൻ്റെ ഒരു ചെറിയ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു 2-3 ഏലക്ക. ഞാൻ 2 ഏലക്ക എടുത്തിട്ടുള്ളൂ. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. പിന്നെ വേണ്ടത് ടൊമാറ്റോ പേസ്റ്റ്, അത് 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ലെമൺ ജ്യൂസാണ്. ഒരു ലെമണിൻ്റെ ജ്യൂസ്. അതുപോലെ തന്നെ വിനാഗിരിയും 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കണം. രണ്ടും കൂടി മിക്സ് ആകുമ്പോഴേ നമുക്ക് പുളിയൊക്കെ നല്ല ടേസ്റ്റ് വരുള്ളൂ. നമ്മളിതിലേക്ക് തൈര് ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വിനെഗറും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ ചിക്കൻ പീസസിൽ തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കിയിട്ട് വേണം തേച്ച് പിടിപ്പിക്കാൻ. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ എങ്കിലേ നമുക്ക് എല്ലാ ഭാഗത്തേക്കും മസാല എത്തത്തുള്ളൂ. പിന്നെ മാത്രമല്ല, നമ്മൾ വലിയ പീസായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ ഇത് വരിയേണ്ട ആവശ്യമുണ്ട്, എന്നാലും അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കുള്ളൂ. ഇത് ഞാൻ ചെറിയ പീസായി കട്ട് ചെയ്ത കാരണം ഞാൻ വരിയുന്നൊന്നുമില്ല. ഇനി നമുക്ക് ഇത് പിന്നെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തിന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ ഒരു 4-5 മണിക്കൂർ മിനിമം വെക്കണം. ഞാനിപ്പോൾ ഇത് രാവിലെ ഒരു 10 മണിക്കാണ് മസാല തേച്ച് വെക്കുന്നത്. ഇനി വൈകുന്നേരം ഒരു 5 മണിക്കാണ് ഞാനിത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുവരെയൊക്കെ ഞാനിത് ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. ഒരു 5 മണിക്ക് കുക്ക് ചെയ്യുമ്പോൾ ഒരു 4:30 മണിക്ക് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെക്കണം, 1/2 മണിക്കൂർ മുമ്പ്. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെക്കുക. ഇനി നമുക്ക് ഇതിപ്പോൾ വൈകുന്നേരം 4:30 മണിയായി. ഇനി അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് ഓവണ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് നമുക്കിതിൽ കുക്കിംഗ് റേഞ്ചിൽ വെക്കാം. ഇതിപ്പോൾ ഞാൻ കുക്കിംഗ് റേഞ്ച് ഓപ്പൺ ആക്കിയിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ ഈ ട്രേയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്, ഗ്രില്ലിലല്ല. ഗ്രില്ലിൽ വെച്ചുണ്ടാക്കുമ്പോൾ എനിക്ക് ഓവർ ഡ്രൈ ആയിട്ട് ചിക്കൻ എന്നൊരു ടേസ്റ്റ് ഇല്ലാത്ത രീതിയിൽ ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ ഈ ട്രേയിലൊന്ന് എണ്ണ തടവിന് ശേഷമാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ പാനിൽ ഉണ്ടാക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ പാനിൽ ഇതേപോലെ ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ചിക്കൻ പീസ് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു 1/2 മണിക്കൂർ 40 മിനിറ്റ് വരെ നമുക്ക് ഒരു ഭാഗം കുക്ക് ചെയ്യുമ്പോൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിച്ചാൽ മതി. അത് ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ഇതിപ്പോൾ ഞാൻ ഈ 1.5 കിലോ ചിക്കനും ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. ഒരു 12 പീസ് ചിക്കൻ ഉണ്ട്. ഇതുപോലെ ട്രെയിൽ വെച്ചിട്ടുണ്ട്. ഓവൺ ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത്
വെച്ചതായിരുന്നു ഒരു 5 മിനിറ്റ് മുമ്പ്. ഇപ്പോൾ ഞാൻ ഓവൺ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രേ ഇതിലേക്ക് വെക്കാം. ഇത് കുക്കിംഗ് റേഞ്ചിൻ്റെ ഓവണാണ് കേട്ടോ. ഇതിൽ തീ കത്തിയിട്ട് ഇത് വേവുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. നമ്മൾ സാധാരണ മൈക്രോവേവ് ഓവണിൽ ഉണ്ടാക്കില്ലാതെ വേറെ ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഈ നടുഭാഗം മാത്രം പെട്ടെന്ന് കുക്കാവും. ആ ഭാഗത്തുള്ള ചിക്കൻ പീസ് പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് ശ്രദ്ധിക്കണം. അപ്പോൾ ആ നടുഭാഗത്തുള്ള തീ കത്തുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തെ പീസ് പെട്ടെന്ന് കുക്കാവും. അപ്പോൾ അവിടെ വേഗം മറിച്ചിട്ട് കൊടുക്കണം. പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ആ ഭാഗത്ത് ഇതാവും, വെന്ത് വരും. ആ സമയത്ത് നമ്മൾ ആ പീസ് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ മറ്റുള്ള ഭാഗത്തുള്ള പീസസൊക്കെ ആ സെൻറ്ററിലേക്ക് പിന്നെ കൊണ്ടുവരണം. ഈ ഭാഗത്തെ പീസിൻ്റെ എടുക്കുമ്പോൾ മറ്റേ ഭാഗത്തെ പീസസൊക്കെ ഈ സെൻറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ അങ്ങനെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ വേവിക്കുമ്പോൾ. ഞാൻ സാധാരണ അടിഭാഗത്തുള്ള ഗ്രില്ലിലാണ് ചെയ്യൽ, ട്രേ അടിയിലും വെച്ച് കൊടുക്കലായിരുന്നു. പക്ഷേ എനിക്കത് അത്ര ടേസ്റ്റ് തോന്നാത്തതുകൊണ്ടാണ് ഞാൻ ഈ ട്രേയിലിട്ടിട്ട് കുക്ക് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ആ നീര് ഇതൊക്കെ ഈ ചിക്കനിൽ കിടന്നിങ്ങോട്ട് വേകുമ്പോൾ മസാലയൊക്കെ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു മസാല ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ പോർത്തുഗാലിൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് ഈ ചിക്കൻ, അൽഫാം ചിക്കന്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി.